നമ്മളെ താള് നട്ടത് കണ്ടില്ലേ, ഉഷാറാവുന്നുണ്ട്. ഇതാ വേരെല്ലാം കണ്ടില്ലേ, ഇതാ വരുന്നത് വേരുണ്ട്. അതാ വന്നിട്ട് എത്ര വേഗം നോക്കണം വേര്. ഇന്ന് ഞാൻ 2-3 ചാക്കെടുത്തിട്ട് ഞാൻ ദിവസവും ഇങ്ങനെ മുറ്റം അടിച്ചിട്ട് അവിടെ കുട്ടി ഇലയുണ്ട്, അത് വാരി ചാക്കിലാക്കട്ടെ. അടിയിലത് ഇടാം. അങ്ങനെ ഇതെങ്ങനെ ചാടിയ മഞ്ഞളെടുത്ത് നട്ടിട്ട് കണ്ടതാ ഇങ്ങനെയത്ത് മുളക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ആയിക്കോളും. നല്ല ഉഷാറാകുന്നുണ്ട് ഉണ്ടല്ലേ. ഒരു മരമുണ്ട്, ഇതാ ഉങ്ങ് നട്ടത്. ഉങ്ങ് പൂത്തിട്ടാകുമ്പോൾ അതിൻ്റെ തളിരലയും പൂവെല്ലാം വീണിട്ടതാ ഇവിടെ അടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ. നല്ല ചീഞ്ഞ് നല്ല വളമായിട്ട് നല്ല വളം തന്നെയായി. ഇതാ ദിവസം അടിച്ചിവിടെ കൂട്ടിയിട്ട് അടിച്ചെല്ലാം ഒരുവിധം മഴയത്തെല്ലാം ചീഞ്ഞു കുറേ. എല്ലാം ഭാര്യയിലിട്ടാലേ അടിയിലത് ഇട്ട് കൊടുക്കുക. തുളസി ഇത് ചെക്കി നോക്കാം റഷിനി, ചെക്കി നല്ല വാങ്ങലായി. നിറയെ വേണമായിരുന്നു അല്ലേ. ചട്ടിയിൽ എന്താ ഇലയിലെ അടിയിലിട്ടിട്ട് മേലെ നമ്മളെ വളയിലിട്ടു മണ്ണും ഇട്ടു. ഇതാ ഇതിനൊക്കെ ചെടിയുണ്ട് മോള് തന്നിട്ട്. ഇതാ നല്ലൊരു ചെടി ഏതെങ്കിലും നടാം. നല്ല രസമുണ്ട് കാണാൻ. നാല് ചാക്കിൽ വാരിയിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതിൽ കോഴിവളം ഇടാം. കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് ഇതിൻ്റെ മേലെ കോഴിവളം ഇടാം. 4 നിറച്ചിട്ടുണ്ട്. നമുക്ക് ചിരച്ചെമ്പുണ്ട്, ഒന്നൊരു ചിരച്ചെമ്പ് കണ്ടാ കണ്ട ഒന്ന് നട്ടിട്ട് കുറേ കുഞ്ഞൊക്കെ ഉണ്ട്. ഇതാ ഇട്ടതാ ഇതാ എല്ലാം വെച്ച് നടാം. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇത് നടാം ഇപ്പം, ബാക്കി പിന്നെ പൊരിക്കാം. വേണ്ടല്ലേ, 2 എണ്ണത്തിൽ ഇത് നടാം. ഇതന്നെ നല്ലവണ്ണമാവും. വേണ്ടല്ലേ, ഇത് നമുക്ക് ഇത് നട്ട് കൊടുക്കാം. കിഴങ്ങൊന്നും വേണ്ടല്ലോ. ഒന്നിരട്ട് നമുക്ക് ഇങ്ങനെ നട്ടാൽ നമുക്ക് പോളയെല്ലാം ഇരിക്കുക. ഇതിന് അലർജി ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കും കഴിക്കാം. ഇത് അടിപൊളിയായിട്ട് നട്ടിട്ട വെണ്ണീരുണ്ടിയിൽ കോഴിവളമുണ്ട്, ഇലയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാമല്ലോ. എന്നെങ്കിൽ താണു പോകുമ്പോൾ ഇലയെല്ലാം താണു പോകുമ്പോൾ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടിൽ നമുക്ക് മറ്റേ താഴെ നാടാം. ഇതാ ഇടിയുണ്ട് താഴെ നോക്കി നട്ട് കൊടുക്കുക. ഇനി മണ്ണെല്ലാം നോക്കിയിട്ട് നേരിട്ട് ഇടണം. താഴ്ന്നോറ് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഒന്ന് നമ്മൾ നട്ട് കൊടുത്താലേ അതായാൽ നമുക്കത് ഇതല്ലേ അതല്ലേ. ഇങ്ങനെ ദിവസം 2 എണ്ണം നട്ട് കൊടുത്താൽ മതിയല്ലോ നമുക്ക്. എന്നാൽ നമുക്ക് ഇടുന്നെങ്കിൽ കിട്ടും വിത്ത്. ഒന്നിതാ ഇടാണ്ടില്ല. എനിക്ക് എങ്ങോട്ടോ അറിയില്ല. പക്ഷേ വെറുതെ ആരും കണ്ടോ ഇത് കണ്ടോ ചാടിയത് എന്താണ്ട. കിഴങ്ങുണ്ട്. ഇതാ ഒന്നാക്കിയിട്ട് ഇവിടെ പറക്കി ചാടിയത്. ഇതാ ഇത് കിഴങ്ങുണ്ട്. ഇതാണ് കിഴങ്ങ്. അങ്ങനെ നമ്മളെ ചാക്കിൽ ചേമ്പ് നട്ടു. ഇത് 2 എണ്ണം ചീരച്ചേമ്പ്, ഇതെല്ലാം നാടൻ താള്. വേണ്ടല്ലേ, നല്ല കിഴങ്ങ് പിടിക്കട്ടെ. ഇനി നാളെ നടാ. എത്ര സമയം ഇതിനെല്ലാം മെനക്കെടുണ്ടോ. കുറച്ച് പറ്റുന്നത് 1, 2, 3 കണ്ടില്ല. നമ്മൾ വാഴ ഉണ്ട്. അതാ ഇത് കണ്ടോ, പാളയംകോട് മൈസൂർ വാഴ. ഇതെല്ലാം തിരിയടിഞ്ഞു പോയതായി ഒന്നിൻ്റെ ഉണ്ടാ വലിയ ഒന്നിൻ്റെ ഇതിൻ്റെ തിരിയടിഞ്ഞു പോയതാ. കൊത്തി തൈക്കിട ഉണ്ടല്ലേ. മുമ്പിൽ തന്നെ ആയതുകൊണ്ട് ഇതിങ്ങനെ വരും. വളർന്ന് ഇങ്ങനെ വരും. ഒരു അയറ് കൂടണ്ട, ഒന്നും ഇടണ്ട, തനിയെ വളർന്നിങ്ങ് വരും. ഉണ്ടല്ലേ. ഇതെല്ലാം വൃത്തിയാക്കണേ. ഇലയെല്ലാം വാള വരെ ഇതെല്ലാം ഉണ്ട്. ഉണ്ടല്ലേ.
പറിച്ചെടുക്കാൻ നോക്കണം. ഇടക്കല പറിച്ചതെല്ലാം ആദ്യമുണ്ട് ഉണ്ടാ. പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. കണ്ട അവിടെയെല്ലാം ഉണ്ട്, എത്തുന്നില്ല അത്. കുറച്ച് അതിൻ്റെ മേലെ നല്ലോണമുണ്ട്. അന്ന് നമുക്ക് കിട്ടൂലല്ലോ ഒരു സാധനം കണ്ടത്, ഗത പോലത്തെ ഒരു സാധനത. എന്നാണോ ഇത്? ചേനരുതാന്ന്, കാട്ടുചേനരുതാന്ന് തോന്നുന്നു. കാട്ടുചേന പൂത്തതാന്ന് തോന്നുന്നത്. എന്ത് രസമാണ് നോക്കറ ഇത്. കണ്ടില്ലേ, നിറയെ ഇവിടെ കാട്ടുചേനയാണ്. എന്താ അത്ഭുതം തന്നെയല്ലേ ഇതാ ഗത. കണ്ട ഇങ്ങനെ നടക്കുന്ന ഓരോന്ന് ആക്കിക്കൊണ്ട് ഉണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട് അല്ലേ. തോരനാക്കാനായില്ലേ. അങ്ങനെ ഒരുക്ക നടന്നാൽ വെറുതെ ആവില്ല, എന്തെങ്കിലുമായിട്ട് കിട്ടും. എന്താ കൂടെ ആളില്ലായിരിക്കണ്ടേ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയൊരു മോനുണ്ടായിരിക്കെങ്കിൽ വിളവെടുത്ത് നോക്കിയ കാമ്പായി എല്ലാം ഇന്നത്തെയാണ്. ചെടി ചെടിയാണ് കൊണ്ടുവച്ചത്. ഒരു ചെടി ഇല്ലതാ, നല്ല ചെടിയാണെന്നുള്ളത്. പൊരിച്ച് കളഞ്ഞാൽ പോയെങ്കിലും വെച്ചിട്ടാണ്. പൊരിച്ച് നടണം ഇനി ഇത്.